വന്ന പൂക്കൾ തേടി വന്ന കിളികളെ വന്നതെങ്ങനെന്നറിഞ്ഞാകണം. മടുത്തു ജീവിതം അടിമ തന്നെ എന്നുമേ നിനച്ച ചിന്തയിൽ പിടഞ്ഞ വർഗമോചനത്തിനായി ലാൽ സലാം 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 ലാൽ സലാം. താൻ വിതച്ച പാടവും പരിണയിച്ച മോഹവും കൊണ്ടുപോയ തമ്പുരാൻ പാദസേവ ചെയ്ത നാൾ കാത്തുവച്ചതൊക്കെയും കവർന്നെടുത്ത കൈകളിൽ ഞെരിഞ്ഞകന്നമർന്നെരിഞ്ഞ നാളുകൾ മുറിഞ്ഞ മാനമേനികൾക്കു കൂട്ടുമായി കരുത്തുമായി ഉദിച്ചു പൊങ്ങിയവരിലും ഊർജമായ ചെങ്കൊടി അറിയണം അറിയണം അറിഞ്ഞു തന്നെയാകണം. അറിയണം അറിയണം അറിഞ്ഞു തന്നെയാകണം. വന്ന പൂക്കൾ തേടി വന്ന കിളികളെ വന്നതെങ്ങനെന്നറിഞ്ഞാകണം. കൂട്ടിവെച്ച ധാന്യവും തടങ്കലിട്ട ജീവനും വീണ്ടെടുത്തതെങ്ങനെന്നറിഞ്ഞു തന്നെയാകണം. വിലക്കു നീണ്ട ദർശനം വലിച്ചെറിഞ്ഞൊരക്ഷരം കരുത്തിനാൽ തിരിച്ചെടുത്തൊരേടുകൾ നെഞ്ചുയർത്തി മുന്നിലാഞ്ഞു ധീരരന്നു തന്നതാണ് നമ്മൾ എന്നതോർത്തു തന്നെയാകണം സഖാക്കളെ. അറിയണം അറിയണം അറിഞ്ഞു തന്നെയാകണം. അറിയണം അറിയണം അറിഞ്ഞു തന്നെയാകണം. വന്ന പൂക്കൾ തേടി വന്ന കിളികളെ വന്നതെങ്ങനെന്നറിഞ്ഞാകണം. മടുത്തു ജീവിതം അടിമ തന്നെ എന്നുമേ നിനച്ച ചിന്തയിൽ പിടഞ്ഞ വർഗമോചനത്തിനായി ലാൽ സലാം 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 ലാൽ സലാം. വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. വിത്തെറിഞ്ഞൊരു കൈകളെ വിശപ്പണിഞ്ഞൊരു കൈകളെ, വിത്തെറിഞ്ഞൊരു കൈകളെ വിശപ്പണിഞ്ഞൊരു കൈകളെ ചെറുത്തു നിൽപ്പിൻ കൈകളാക്കിയതാരുടെ വരവോ. മാർമറിച്ചാൽ മാററിയും ജാതി മേലാളർക്കു നേരെ മാർമുറിച്ചു കരുത്തു കാട്ടിയതാരുടെ വരവോ. വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ.
ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. 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 തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പവിത്രമായ പള്ളിക്കൂടവും. തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പവിത്രമായ പള്ളിക്കൂടവും. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി വന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും. തീണ്ടലുള്ള വഴികളും ചെവിയടച്ചൊരിയവും പഞ്ചമിക്കു പതിതമായ പള്ളിക്കൂടവും. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. കെട്ടുകഥകളല്ല നമ്മൾ മനുഷ്യരായുയർന്നു നിന്നു തോളു ചേർന്നുരുത്തി നിന്നു വന്ന വഴികളാ. കെട്ടുകഥകളല്ല നമ്മൾ മനുഷ്യരായുയർന്നു നിന്നു തോളു ചേർന്നുരുത്തി നിന്നു വന്ന വഴികളാ. ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ, വീണിടത്തു നിന്നെണീറ്റുയർത്തു വന്നതാ. ക്ഷേത്രത്തിലുള്ള മുഴുവനാണ് സ്നേഹബഹുമാനങ്ങളോടുകൂടി മാത്രം കാണുകയും ചന്ദ്രകുളത്തെ പാർട്ടിയുടെ മുതലാളിയാണ് ശ്രീ കുട്ടനായർ എന്നും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട കോടിയേരിയെ നമ്മുടെ കുട്ടനായരെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ഒരു വ്യത്യസ്തമായ പരിപാടി പ്ലാൻ ചെയ്യണം എന്ന് ആലോചിക്കുകയും ഈ ആലോചന ആലങ്കൂർ വിലാക്ഷേട്ടൻ MM നാരായണൻ മാഷ്, ജ്യോതിബാസ് മാഷ് തുടങ്ങി ഇവരോട് ആലോചിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് എനിക്ക്. അപ്പോൾ നമ്മുടെ ജില്ലയ്ക്കകത്ത് സാഹിത്യ, കല, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ കുട്ടനായരുടെ പേരിൽ ഒരു പുരസ്കാരം നൽകുക എന്ന പ്ലാനാണ് 4 വർഷം മുമ്പ് കിട്ടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പ്രശസ്ത കവിയായിട്ടുള്ള PP രാമചന്ദ്രനാണ് ഈ പുരസ്കാരത്തിന് അർഹനായ. 4 വർഷം മുമ്പ് അത് ഇതുപോലെ ഒരു വേദിയിൽ വെച്ചത് കൈമാറും. രണ്ടാമത് നമ്മളെല്ലാവരും സ്നേഹ ബഹുമാനത്തോടു കൂടി കാണുകയും അനുഭവിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ പൊന്നാനി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ലാളിത്യവും അതിൻ്റെ മാനുഷികതയും ജീവിതത്തിലാകെ പകർത്തിയ പ്രിയകരമായിട്ടുള്ള പാണ്ഡിത്യകാരനാണ് രണ്ടാമത് പുരസ്കാരം നമ്മൾ നൽകി. പുരസ്കാരം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് മലപ്പുറത്തുകാരനായിട്ടുള്ള സൗഫിൽ വന്ന ഒരു അഭിമാനകരമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സ്പോർട്സ് രംഗത്ത് അദ്ദേഹത്തെയാണ് കഴിഞ്ഞ നമ്മൾ പരിഗണിച്ചത്. ഇപ്പോൾ നമ്മൾ ഇത്തവണ കഥാപ്രസംഗം സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അവതരിപ്പിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. കാലത്തിനോട് സമ്മതിക്കാൻ, കാലത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് പ്രതികരിക്കാൻ നാളായി പ്രവർത്തിച്ച ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളൊരു കാലത്ത് എത്രയോ ദൂരെ പോയി നമ്മൾ ഈ കഥാപ്രസംഗം കേട്ടത്. തൃക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിൻ നാമത്തിൽ കേരളമാകെ അറിയപ്പെടുന്ന പ്രിയങ്കരനായ തൃക്കുളം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കഥാപ്രാസംഗികൻ, നമ്മുടെ പ്രിയപ്പെട്ട കഥാപ്രാസംഗികനായിട്ടുള്ള തൃക്കുളം കൃഷ്ണൻകുട്ടിക്കാണ് ഇത്തവണ ജൂറി അംഗങ്ങളായ ലീലാകൃഷ്ണനും അതുപോലെ തന്നെ MM ജ്യോതിബാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് വൈകാതെ തുടങ്ങണമെന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ നേരെ ഈ പ്രിയങ്കരായ രക്ഷിതാക്കളെ ആകെ ഇതിന്
ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും ആദ്യം സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാനിയുടെ MLA നന്ദേട്ടനാണ്. നന്ദേട്ടൻ വളരെ നേരത്തെ ഇവിടെ വന്നു. അതിനുശേഷം ആണ് ഓഫീസിലേക്ക് പോയത്. അദ്ദേഹം ഈ ചടങ്ങിൻ്റെ, ഈ പ്രൗഢോജ്വലമായ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കും. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യും. ഈ പുരസ്കാരം നൽകുന്നതും അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതും നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഈ മണ്ഡലത്തിൻ്റെ മുൻ MLA, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എല്ലാം ഉപരി ഏത് സാധാരണക്കാരനും ഏത് സമയത്തും ഇപ്പോഴും നമുക്ക് പ്രാപ്യമായ നമുക്ക് ഇടപെടാൻ സാധ്യമാകുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പാലുടി അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഇവിടെ എല്ലാവർക്കും സ്വാഗതിക്കുക. അതിനോടൊപ്പം തന്നെ ഈ പുരസ്കാരത്തിന് അർഹനായ ഏറ്റവും പ്രിയപ്പെട്ട വിക്രം കൃഷ്ണകുട്ടിയേട്ടനെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ജൂറി അംഗവും നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരമായിട്ടുള്ള അനൽകൂടി ലീലാകൃഷ്ണൻ. ഈ ജൂറി അംഗം മാത്രമല്ല, അദ്ദേഹം നമ്മുടെ നാടിൻ്റെ എല്ലാവരുടെയും ഒരു സുഹൃത്താണ്. ഇത് മേഘരൂപം പോലെ നമുക്ക് സുഹൃത്തായി, അതുപോലെ തന്നെ ജ്യേഷ്ഠനായി, സഹപാഠിയായി ഏത് രൂപത്തിൽ തന്നെ സങ്കല്പിച്ച് നോക്കാൻ കഴിയുമ്പോൾ ആ സങ്കല്പത്തിനനുസരിച്ച് രൂപമുള്ള പ്രിയപ്പെട്ട ലീലാകൃഷ്ണേട്ടൻ മാത്രമല്ല, അദ്ദേഹം പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ ഒരാൾ കൂടിയാണ്. വ്യത്യസ്തങ്ങളായ പുരസ്കാരങ്ങൾ നിരവധി ലഭിച്ചിട്ടുണ്ട്. ഇനിയും പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുന്ന കാര്യത്തിൽ വലിയ സംശയവാർത്ത ഉണ്ടാവില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലീലാകൃഷ്ണേട്ടനെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുക. ഈ മറ്റൊരാൾ ജൂറി അംഗം കൂടിയായിട്ടുള്ള മാഷ എന്നും വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സാഹിത്യരംഗത്തെ സംഭാവന നിശ്ചയപ്രായത്തിന് മേലെയുള്ള അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞ സമഗ്രമായി സാഹിത്യരംഗത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും അഭിപ്രായങ്ങൾ യാതൊരു പ്രയാസവും കൂടാതെ പറയുകയും എഴുതുകയും അതുപോലെ തന്നെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് നമുക്കിടയിൽ എക്കാലത്തും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട സഖാവ് M.N. നാരായണൻ മാഷെ, സാഹിത്യ അക്കാദമിയുടെ അവാർഡിന് കൂടി അർഹനായ പ്രിയപ്പെട്ട M.M.നെ എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു ജൂറി അംഗം നമ്മുടെ ജ്യോതിബാസ് മാഷാണ്. ഈ പരിപാടി ഇങ്ങനെ വളരെ മനോഹരമായി നടത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നിരന്തരമായി നമുക്ക് നൽകുകയും എല്ലാ പരിപാടിയിലും അവരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സഹായങ്ങളും നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന, മുൻകാലങ്ങളിൽ കവിതകൾ എഴുതുകയും അത് കൃത്യമായി തന്നെ സാഹിത്യരംഗത്ത് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന തീക്ഷ്ണമായ കവിതകൾ മുൻകാലങ്ങളിൽ രചിക്കുകയും നല്ല വായനക്കാരനും പ്രഭാഷകനും ഒക്കെ ആയിട്ടുള്ള ജ്യോതിബാസ് മാഷെ ഏവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി 2 പുരസ്കാരങ്ങൾക്ക് വിജയമായിട്ടുള്ള അർഹരായിട്ടുള്ള പ്രിയപ്പെട്ട ലീലാകൃഷ്ണനെയും അതുപോലെ തന്നെ നാരായണൻ മാഷെയും പ്രത്യേകം ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതിൻ്റെ ചടങ്ങ് ഇതോടൊപ്പം തന്നെ നടക്കും. മറ്റൊന്ന്, ഈ പരിപാടിയുടെ സംഘാടകരായ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ പ്രധാനികൾ ചെയർമാൻ അൻവർ, അതോടൊപ്പം ഈ പരിപാടിയിലെ കൺവീനറായിട്ടുള്ള കരീം, അതുപോലെ തന്നെ ലത്തീഫ്, ഗിരീഷ്, തുടങ്ങി
എല്ലാവരുടെയും പേര് വിശദമായി ഗൾഫിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അല്ലാത്ത സുഹൃത്തും ഈ സംഘടനയുടെ പ്രഥമ സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന ഉഷാഖ് അടക്കം വരുന്ന ഇബ്രാഹിം അടക്കം വരുന്ന മുഴുവൻ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ടവരെ എല്ലാവരെയും സംഘടനകളും സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ മുഴുവൻ പ്രവർത്തകർ ഇവിടെ ഇല്ലാതെ തന്നെ ഇത് ഗൾഫിൽ നിന്ന് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവരെല്ലാവരും അവരുടെ എവരെയും അദ്ദേഹം പേരെടുത്ത് പറയുന്നില്ല വിട്ടുപോയി ക്ഷമിക്കണം അവരെവരെയും ഈ പരിപാടിയിലേക്ക് സംഘാടകരാണെങ്കിൽ പോലും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടിയുടെ ഏർപ്പിച്ച പരിപാടികളിൽ ഒപ്പം നിൽക്കുന്ന പാർട്ടിയുടെ ഏക കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീ വി വി മുഹമ്മദ്, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ഏക സംഘാടകമായിട്ടുള്ള ശ്രീ വിജയപ്പൻ, അതുപോലെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ആരിഫാനാസ, നമ്മുടെ 2 പഞ്ചായത്തിന്റെയും പ്രസിഡന്റുമാരായ പി വി ഷഹീറും മിസ്രിയ സൈഫുദ്ദീൻ, പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായ ജയ്ഘോഷ്, അതുപോലെ തന്നെ ഉണ്ണി തുടങ്ങി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായിട്ടുള്ള നമ്മളിൽ നിന്ന് വിട്ടുപോയ ശ്രീരാവ് എം പി കുട്ടനായരുടെ കുടുംബാംഗങ്ങൾ ഈ പരിപാടിയിൽ എക്കാലത്തും പങ്കെടുക്കാറുണ്ട്. ഇപ്പോഴും അവരുടെ മക്കളിവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ കുടുംബം ഇവിടെ നാട്ടിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവർക്കും വേണ്ടി വളരെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ മറ്റ് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളപ്പോൾ അറിയിക്കുന്നതുകൊണ്ട് മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കാതെ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ചങ്ങനാട് സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ പരിപാടികൾ ഒരു സർഗാത്മക സംഗമമായി മാറ്റുന്നതിന് പൊതുവെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹത്തോടെ അതിന്റെ നന്ദിയും കടപ്പാടും ഒക്കെ സൂചിപ്പിക്കുകയാണ്. മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് പ്രിയപ്പെട്ട നമ്പേരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ബഹുമാനപ്പെട്ട സഖാവാലോടി, നമ്മളുടെ ആദരിക്കുന്ന കൃഷ്ണൻകുട്ടി, സഖാവ് നാരായണ മാസ്റ്റർ, ഗീതാകൃഷ്ണൻ, ജൂഡി ബോസ്, ഈ കൂട്ടായ്മയുടെ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സഖാവ് കുട്ടന്മാരുടെ അനുസ്മരണവും പുരസ്കാര സമർപ്പണവുമാണ് ഇന്ന് ഈ സംഘാടക സമിതി തീരുമാനിച്ചുകൊണ്ട് അറിയിച്ചിട്ടുള്ളത്. 14 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞ സഖാവ് കുട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അറിയുന്നവരും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തോടൊപ്പം പ്രവർത്തിച്ചവരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേട്ടവരുമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വളരെ വിശദമായി കൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ കുറെ സമയം ഉപയോഗിച്ചിരിക്കുകയാണ്. സഖാവ് കുട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് 1957 അവസാനത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി. ഈ നമ്മൾ പാലക്കാട് പ്രദേശത്തും തുടർന്ന് പൊന്നാനി താലൂക്കിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്പന്നനായ നേതാവായി പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രദേശത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് സഖാവ് കുട്ടന്മാർ. കുട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അനുസ്മരണ സഖാവ് നടത്തും. ഞാനത് വിശദമായി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇത്തരം ആൾക്കാരെ അനുസ്മരിക്കുന്ന അവസരത്തിൽ ഇന്നലെകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരനുഭവിച്ച് അവർ കടന്നു വന്ന വഴികളെ അവർ പ്രവർത്തിച്ച കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അവർ ഇടപെടലുകൾ, അതിനൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം
പരിപാടികൾക്ക് പുറത്തുനിന്ന് കുറവുണ്ടാകുന്ന ചെറുപ്പക്കാരുണ്ടാവുന്നില്ല എന്ന കാര്യമാണ്. കാരണം ഇന്നലെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാതെ ഇന്ന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല, നാളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം പൂർത്തീകരിക്കാനും കഴിയില്ല. അപ്പോ കുട്ടനാട് കടന്നു വന്ന കാലഘട്ടത്തിന്റെ ഘട്ടത്തിലുള്ള സാഹചര്യം, കുട്ടനാട് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്തെ പ്രവർത്തനം എടുക്കുമ്പോൾ തന്നെ ഇവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനത്തിനകത്ത് ഏറ്റവും പാവപ്പെട്ടവരായ ആൾക്കാരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ, അവർക്ക് വേണ്ടി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ഒക്കെ ഇടപെട്ടുകൊണ്ട് ധീരമായ രൂപത്തിലേക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്. ഇപ്പോഴത്തെ പ്രവർത്തന കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിഷമതകളില്ലാത്ത പ്രവർത്തനം നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പഠിപ്പിക്കാനുള്ള ബാധ്യത ഇന്നത്തെ തലമുറയ്ക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ പുതിയ കാലത്തെ വെല്ലുവിളി നേരിടാനുള്ള കരുത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മറ്റു വിശദാംശങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സാഹചര്യത്തെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരുപാട് പ്രാസംഗികം വരുന്നു. ഇവിടെ ഈ വർഷത്തെ കുട്ടനാട് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടിയാണ്. നാരായണ മാഷ് ഇപ്പോൾ സംസാരിക്കുകയുണ്ടായി. കൃഷ്ണൻകുട്ടിയുടെ ഈ കഥാപ്രസംഗ മേഖലയ്ക്കകത്തുള്ള ഇടപെടൽ ഏത് രൂപത്തിലായിരുന്നു എന്നതിനെ സംബന്ധിച്ച് മാഷ് സംസാരിക്കാൻ പറഞ്ഞ് ഞാൻ നടക്കുന്നില്ല. കാരണം കൃഷ്ണൻകുട്ടിയുടെ ഒരു കഥാപ്രസംഗ രീതിയും ജനങ്ങളോടുള്ള സംഭവവും അതിനകത്തുള്ള പാട്ടുമൊക്കെ വ്യത്യസ്തമായിരുന്നു. കൃഷ്ണൻകുട്ടി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പിടിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടാണ്. ഒരു പ്രസ്ഥാനം കെട്ടിപ്പിടിക്കൽ പല രൂപത്തിലേക്കാണ്. ഒരു സംഘടനാ പ്രവർത്തനമുണ്ട്. ആ സംഘടനാ പ്രവർത്തനത്തെ സഹായിക്കുന്ന രൂപത്തിലേക്കുള്ള കലാപരമായുള്ള ഇടപെടലുകളുമുണ്ട്. ഇപ്പൊ അത് കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. 1972-71 അവസാനം 72-ലാണ് കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രവർത്തന മേഖലയ്ക്കകത്ത് കടന്നു വരുന്നത്. ഞാനിപ്പോൾ ഓർമ്മയാണ് ആദ്യമായി കൃഷ്ണൻകുട്ടിയുടെ ഒരു വലിയ പരിപാടിയിൽ തിരുവല്ലാണ് ആദ്യമായിട്ട് ഒരു കഥാപ്രവർത്തനം അവതരിപ്പിക്കുന്നത്. അതിന്റെ സംഘാടകൻ കൂടിയായ എനിക്ക് പാലോളിയാണ് നമുക്ക് അവിടെ തിരുവല്ല അവതരിപ്പിക്കാൻ കൃഷ്ണൻകുട്ടി. അതിന്റെ റിഹേഴ്സലൊക്കെ നടത്തുമ്പോൾ പാലോളിയാണ് പ്രധാനമായിട്ട് ഈ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പാലോളിയാണ്. അപ്പൊ പാലോളി പറയാണ് കൃഷ്ണൻകുട്ടിയുടെ പരിപാടിയാണ് ആദ്യം നടത്തണം. ആദ്യ പരിപാടി തിരുവല്ല വെച്ച് നടത്തണം. അങ്ങനെ തിരുവല്ല വെച്ചിട്ടാണ് ആദ്യം തിരുവല്ല കോടതി പഠിക്കലാണ് ഒരു വലിയ റാലി, ഒരു റാലി പോലെ മാറി. കാരണം കൃഷ്ണൻകുട്ടി ഒറ്റ പ്രസംഗം മാത്രമായിരുന്നു പാലോളിയുടെ പ്രസംഗം കിട്ടുന്നതെന്ന് കഥാപ്രസംഗം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ രൂപത്തിലേക്കുള്ള സംഭാവനയാണ് കൃഷ്ണൻകുട്ടി നൽകുന്നത്. അന്നത്തെ എല്ലാ പുരോഗമനങ്ങളൊക്കെ ഓർത്തും വന്ന് കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗം ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് കൃഷ്ണൻകുട്ടിയുടെ അവാർഡ്. ഈ കൃഷ്ണൻകുട്ടിയുടെ ഈ കഴിഞ്ഞ കാലത്തുള്ള അനുഭവങ്ങളൊക്കെ വെളിച്ചത്തിലും അദ്ദേഹം നടത്തിയ സംഭാവന വെളിച്ചത്തിലും കഥാപ്രസംഗ മേഖലയ്ക്ക് വലിയൊരു മുഖം തുറന്നുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയൊക്കെ ഉണ്ടാക്കിയിട്ടെടുത്തിട്ടും അദ്ദേഹത്തിന് അവാർഡെല്ലാം വൈകി കിട്ടിയ ഒരു അവാർഡാണ് കൃഷ്ണൻകുട്ടിക്ക്. അത് കിട്ടുന്നതിന്റെ പേരിലെ സന്തോഷമുണ്ട്. എന്നാൽ കിട്ടുന്നതായിരുന്നു കൃഷ്ണൻകുട്ടിക്ക്. ഇത്രയും പ്രശസ്തരല്ലാത്ത, ഇത്രയും ജനങ്ങളെ അണിനിരത്താൻ കഴിയാത്ത പലർക്കും പോലും കഥാപ്രസംഗ മേഖലയ്ക്ക് തന്നെ പലരും കിട്ടിയിരുന്നു. എന്റെ കൃഷ്ണൻകുട്ടിയെ കിട്ടിയിട്ടില്ല എന്നത് വസ്തുത ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രമേ. അത് ആ കുട്ടനാടിന്റെ പേരിലാകുമ്പോൾ ഒരു സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അവർ രണ്ടാളും ഞാൻ പാലോടിയാണ് നമ്മൾ അത് നൽകുന്നത് എന്നതിൽ ഏറ്റവും അതിനെ നമ്മൾ ചേർന്നിരിക്കാൻ പറ്റുന്ന വ്യക്തി പാലോടിനെയാണ് നമ്മൾ പാലോടിയാണ് നൽകുന്നത് എന്നൊരു കൂടി വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. മറ്റു രണ്ട് ഈ അവാർഡ് ആദരിക്കുന്ന രണ്ട് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ച സത്യം നാരായണ മാഷും അതുപോലെ തന്നെ
ആലങ്കോട് ഇല്ലാതെ ആലങ്കോട് നമ്മളെ തരത്തിലുള്ള പ്രവർത്തനം തന്നെയാണ്, നമ്മുടെ ഒപ്പം ഇന്നും നിൽക്കുന്ന ആളാണ്. ആലങ്കോട് ലീലാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ കലാപ്രസംഗനായിരുന്നുണ്ട്, കവിതകൾ എഴുതിയിരുന്നു. ആലങ്കോടിന് വളരെ ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യന്മാർ പ്രമുഖനായ നിയമത്തിന്റെ കയ്യിൽ നിന്ന് റിവ്യൂ കിട്ടിയിട്ടുള്ള ആളാണ്. അത് നമ്മൾ പലർക്കും അറിയില്ല. എന്റെ വർഷം ലീലാകൃഷ്ണന്റെ ഓർമ്മയുണ്ട്. വാരികൾക്ക് ആലങ്കോടിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഇഞ്ചുമസ് എഴുതി ഒരു കവിത പറയുന്നത്. ഇഞ്ചുമസ് എല്ലാം വായിക്കുന്ന ആളാണ്, എല്ലാ അഭിപ്രായം പറയുന്നതാണ്. അത്ര ചെറുപ്പത്തിൽ ഇഞ്ചുമസിനെ പോലത്തെ ഒരാള് ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിത എഴുതാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ഏറ്റവും അഭിമാനത്തോടുകൂടി നിൽക്കേണ്ടത് ആലങ്കോട്ടുകാരൻ തന്നെയാണ്. അത് നിഷേധില്ല. ആലങ്കോടിന്റെ പേരിൽ അറിയപ്പെടുന്നത് ആലങ്കോട്ടുകാരനാണെന്ന് പറയുമ്പോൾ ലീലാകൃഷ്ണന്റെ നമുക്കറിയാം. അപ്പോ ലീലാകൃഷ്ണന് ആണ് ഇവിടെ മറ്റൊരു ആദരവ് കൊടുക്കുന്നത്. മറ്റൊരു വ്യക്തി നാരായണ മാഷാണ്. നാരായണ മാഷത്തിന് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ വൈകി കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ് കേരള സാഹിത്യ അക്കാദമി കൊടുത്തിട്ടുള്ള സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ആളുകൾ. നാരായണ മാഷ സാഹിത്യ രംഗത്ത് താൽക്കാലികമല്ല, മാഷ ഇടപെടുമ്പോൾ മാഷയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനും ഒരു ആണ് റിപ്പോർട്ട് പോകാൻ മാഷ സമ്മതിക്കാറില്ല. മാഷ അഭിപ്രായങ്ങൾ അത് തുറന്നു പറയും മാഷ സമ്മതിക്കും. അത് ഏത് വലിയ വ്യക്തിയായാലും ഏത് ചെറിയ വ്യക്തിയായാലും അത് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹ്യ സാംസ്കാരിക ഇടപെടലായാലും മാഷയുടെ അഭിപ്രായം മാഷയുടെ വീക്ഷണത്തോടുകൂടി മാഷ് കുറിച്ചിട്ട് മാഷ് എതിരഭിപ്രായം പറയാത്തവര് അഗ്രഗണി എന്ന് നമ്മൾ വിചാരിക്കുന്ന EMSന്റെ അഭിപ്രായത്തിൽ എതിരഭിപ്രായം എഴുതിയിരിക്കുകയാണ് മാഷ്. അത് മാഷ് തുറന്ന എഴുതിയതാണ്. അതെനിക്ക് യോജിപ്പില്ല. മാഷയ്ക്ക് അതിന് മടിയില്ല. മാഷ നമ്മളെ സാഹിത്യ മേഖലയ്ക്ക് എത്തില്ല പല പ്രദേശങ്ങളെയും പറയിട്ടില്ല. അഭിപ്രായം ഭിന്നത ശക്തമായ രൂപത്തിലേക്ക് മാഷ് പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം മാഷയ്ക്കൊരു വീക്ഷണമുണ്ട്. ഇന്നത്തെ നിരൂപണ സാഹിത്യ മേഖലയ്ക്കകത്ത് പലരും ആ മേഖല ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ മാഷ അപൂർവം ചില ആൾക്കാരിൽ അഗ്രഗണ്യനായി ആ മേഖലയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനാണ് സമഗ്രമായ സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ചത്, സാഹിത്യ അക്കാദമിയുടെ അംഗീകാരം ലഭിച്ചത്. ഇവര് രണ്ടുപേരെയും ഈ വേദിക്കകത്ത് ആദരിക്കുന്നുണ്ട്. ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ വ്യക്തികളുടെയും ആദരം അവർക്ക് കിട്ടുന്ന കാര്യം നിശ്ചയിക്കുന്നു. ഞാൻ മറ്റ് വിശദാംശം കടക്കാതെ ഈ പരിപാടിയുടെ പ്രമേയമായിട്ട് ഇവിടെ ഉണ്ട്. അത് ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെ നൗഷാദ് ഇവിടെ പറഞ്ഞ സഖാവ് VS-നെ കുറിച്ചുള്ള ചെറിയൊരു പരിശോധന കുറിപ്പാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സഖാവ് പാലോളി ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ വേദിയിലും സദസ്സിനും സന്നിഹിതരായിട്ടുള്ള ബഹുമാനിയുടെ സഹോദരന്മാർ, ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഞാൻ ഉപയോഗിച്ചു. അനുസ്മരണ ഭാഷണം പറഞ്ഞതിന് വേണ്ടി ആലങ്കോട് ഭാഷണം ക്ഷണിക്കുന്നു. ആദരണീയ അധ്യക്ഷൻ, വ്യക്തിപരമായി എനിക്ക് ജ്യേഷ്ഠ സഹോദരനായ നമ്മുടെ പ്രിയങ്കരനായ MLA നന്ദേട്ടൻ ഈ മഹത്തായ അനുസ്മരണ സ്മരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ്
പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ നേതാക്കളിലാണ്. ആ വെളുത്ത വസ്ത്രത്തിൽ ഒരു കാലത്തും ഒരു തുള്ളി കറുത്ത ചെടി വീഴ്ത്തിയിട്ടില്ലാത്ത ഈ പ്രായത്തിലും പുസ്തകത്തിന്റെ കരുത്തുള്ള സഖാവ് എന്റെ അഭിനന്ദനായ ഗുരുനാഥൻ, നേരിട്ട് പഠിപ്പിച്ച ഗുരുനാഥനാണ് പ്രൊഫസർ എം നാരായണൻ സാർ. പ്രിയ സുഹൃത്തായ ജ്യോതിബാസ്, പ്രിയപ്പെട്ട വിജയൻ, കൃഷ്ണൻകുട്ടിയേട്ടൻ, നൗഷാദ് യൂസഫ്, സത്യൻ, കുഞ്ഞു മുഹമ്മദ്, ഇങ്ങനെ പേരെടുത്ത് പറയുന്ന ആളുകളാണ് എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകുളം സഖാക്കൾ ഒരു വലിയ ചരിത്ര ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാട്സപ്പ് കൂട്ടായ്മ ഇവിടുത്തെ ഇടതുപക്ഷ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ മുഴുവൻ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പ്രവാസികളാണ് ഇതിലുള്ളത്. അവരെ ഇന്നുകൊണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് വരെ ധനസമാഹരണം നടത്തുകയും ഇവിടുത്തെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൈവയച്ച് നേരത്തെ സത്യം സൂചിപ്പിച്ചതുപോലെ 1 കോടിയിലധികം രൂപ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി സമാഹരിച്ച് അവിടുത്തെ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ യൂസഫോ 500 ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ചെയ്യുന്ന ഒരു മഹത്തായ സേവനമാണ്. സഖാവ് കുട്ടനാരുടെ അനുസ്മരണം മുടങ്ങാതെ നടത്തുന്നു. 4 വർഷമായി പുരസ്കാരം മലപ്പുറം ജില്ലയിലെ സാഹിത്യ, കലാ, കായിക, രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾക്ക് കൊടുത്തു വരുന്നു. അതിന്റെ ചുമതലയാണ് എം സാറിനെയും എന്റെയും ജോലിയൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളാൽ കഴിയുന്ന വിധം ചെയ്തു പോരുന്നുണ്ട്. വിശേഷം കുട്ടനായ ഇവരൊക്കെ അനുസ്മരിച്ചതുപോലെ ഈ പ്രദേശത്തെ പാർട്ടിയുടെ നട്ടലായിരുന്നു കുട്ടനായർ. നേരത്തെ നന്നായിട്ടും സൂചിപ്പിച്ചു, സോഷ്യലിസ്റ്റ് പ്രവർത്തകനായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണ്. ആലങ്കോട് പ്രദേശത്ത് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായ വലിയ പോരാട്ടം അക്കാലത്ത് നടത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ കൂടി പരദേവതാ ക്ഷേത്രം, കുടുംബത്തിന്റെ പരദേവതാ ക്ഷേത്രമായ പെരുമുക്ക് കാരക്കാട്ട് ക്ഷേത്രത്തിലെ ജന്തുബലി അവസാനിപ്പിക്കാൻ സമരം നയിച്ച ആളാണ്. കോഴിക്കുരുതി അടക്കമുള്ള ജന്തുബലി അവസാനിപ്പിച്ചത് കുട്ടനാട് ഇടപെട്ടിട്ടാണ്. അന്ന് യുവാവാണ്. കൗമാരപ്രായം കഴിഞ്ഞ കാലത്ത് ജന്തുബലിക്കെതിരെ, മൃഗബലിക്കെതിരെ സമരം നടത്തി വിജയിപ്പിച്ച ഒരാളാണ്. എന്റെ ഓർമ്മയിലുള്ള മറ്റൊരു കാര്യം, വളരെ യാഥാസ്ഥിതികത പുലർന്ന ആലങ്കോട് ഗ്രാമത്തിൽ ബ്രാഹ്മണക്കൊഴിച്ച് ആർക്കും കുളിക്കാൻ അവകാശമില്ലാതിരുന്ന മേക്കുളത്തിലേക്ക് ബ്രാഹ്മണരിൽ താഴ്ന്നവരെയും ഹരിജനങ്ങളെയും ജാതിയായി നടത്തിക്കൊണ്ടുപോയി കുളിപ്പിച്ച ചരിത്രം അതും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. അങ്ങനെ വലിയ സാമൂഹ്യ പരിഷ്കരണ സമരങ്ങളിലൂടെയാണ് കുട്ടനാട് സോഷ്യലിസ്റ്റായ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ താച്ചുണ്ടി നായർ എന്ന് പറയുന്ന അദ്ദേഹം പുരോഗമനവാദിയായിരുന്നു. ആ കാലത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത്. കുട്ടനാട് വരുന്ന കാലത്ത് ഇവിടെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബലപ്പെട്ട പാർട്ടിയല്ല, സാമ്പത്തികമായ ദാരിദ്ര്യമുള്ള ആളുകളാണ്. സഖാവ് നാരായണൻ നായർ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പുറമെ ആയിരുന്നു പിന്നെ താമസിക്കുന്ന ആൾക്കൂട്ടുകാരനായിരുന്നു. സഖാവ് AP പുരുഷോത്തമൻ ഉണ്ടായിരുന്നു, കുട്ടേട്ടൻ ഉണ്ടായിരുന്നു, സഖാവ് ആലിക്കുട്ടി ഉണ്ടായിരുന്നു, സഖാവ് മൊയ്തൂലിക്ക ഉണ്ടായിരുന്നു, മാമാണിക്ക ഉണ്ടായിരുന്നു, കുട്ടികൃഷ്ണനാരുണ്ടായിരുന്നു. ആ പ്രദേശത്ത് വളരെ കുറച്ച് ആളുകൾ നാരായണൻ നായർ ഇവരൊക്കെ ചേർത്ത് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരാളാണ്. ഞാൻ കാണുന്ന കാലത്തൊക്കെ അദ്ദേഹം പേടിയുണ്ടായിരുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പ് അശോക ടെക്സ്റ്റൈൽസ് ആണ്. എന്റെ സഹപാഠിയാണ് കുട്ടനായുടെ മൂത്ത മകൻ അശോകൻ. ഞാൻ അശോകൻ 5ാം ക്ലാസ് തൊട്ട് ബികോം വരെ വിളിച്ച് പഠിച്ചതാണ്. ആ നിലയ്ക്ക് എനിക്ക് വികസ്ഥാനിയാണ്. വിദേശം, ലതയും സരളയും ഒക്കെ എന്റെ സഹോദരത്തിൻ്റെതായ സുഹൃത്തുക്കളാണ്. അപ്പൊ കുട്ടിക്കാലം മുതൽക്ക് ഞാൻ കുട്ടനായരെ കണ്ടിട്ടുണ്ട്. ഒരു നിർവിശങ്കമായ ഒരു ആദരവും സ്നേഹവുമാണ് അദ്ദേഹത്തിന് ഞാൻ പുലർത്തിപ്പോകുന്നത്. എന്നോടും അത്ര ഇഷ്ടമുണ്ടായിരുന്നു. എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികളിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ വേദികളിൽ നിർബന്ധിച്ച് പങ്കെടുപ്പിച്ചിട്ടുള്ളത് സഖാവ് കുട്ടനായരാണ്. ആദ്യകാലത്ത് ദേശാഭിമാനി ബാലചന്ദ്രൻ തൊട്ട് അന്ന് മുതൽക്ക് എനിക്ക് പാർട്ടി രംഗത്ത് ഒരു കടപ്പാടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഈ അശോക ടെക്സ്റ്റൈൽസ് ആ കാലത്ത് പാവപ്പെട്ട തൊഴിലാളികളായ പാർട്ടിക്കാരായ ആളുകളുടെ ഓണവും പെരുന്നാളും വരുമ്പോൾ അവർക്ക് തുണി കടം കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായിരുന്നു. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കടം പെരുകി ആ ടെക്സ്റ്റൈൽസ് കൂട്ടിപ്പോയി. അതുകൊണ്ട് ലാഭമൊന്നും കുട്ടനായർ ഉണ്ടാക്കിയില്ല. അതാണ് നേരത്തെ പാർവി പറഞ്ഞതുപോലെ 72 കാലത്ത് കൊണ്ടിട്ട് അഗ്നിക്കിരയായത്. തീ പിടിച്ചു. പല നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് വലിയൊരു വിഹിതം പാർട്ടി പ്രവർത്തനത്തിന്, അക്കാലത്ത് പാർട്ടി പ്രവർത്തനത്തിന് ഒരു മൈക്ക് സംഘടിപ്പിക്കാൻ പോലും
പണമില്ലാത്ത കർഷക തൊഴിലാളികളും സാധാരണ തൊഴിലാളികളുമാണ് ആലങ്കോട് നമുക്ക് പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെയൊക്കെ കേന്ദ്രീകരിച്ച് വളരെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല നിലപാടുകളുണ്ടായിരുന്ന ആളായിരുന്നു. വലിയ സ്ഥാനമാനങ്ങളൊന്നും കുട്ടനായർ നേടിയിട്ടില്ല. അദ്ദേഹം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കുറച്ചു കാലം അദ്ദേഹം പൊന്നാനി അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അവസാന കാലത്ത് മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ അതിന്റെ ഏരിയ സെക്രട്ടറി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ചില പദവികൾ മാത്രമേ അധികാരത്തിൽ അദ്ദേഹത്തിനുള്ളൂ. ബാക്കിയുള്ള കാലം അത്രയും സമ്പത്തുണ്ടായിരുന്ന ആളുകളാണ്. അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് സമ്പത്തുണ്ടായിരുന്ന കുടുംബത്തിൽ ജനിച്ച് തനിക്കുള്ളതൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ സന്നദ്ധനായ ത്യാഗിയായ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു എന്റെ അറിവിൽ സഖാവ് കുട്ടനായർ. ഞാൻ ഇടതുപക്ഷത്തേക്ക് മാനസികമായി അടുക്കുന്നതിന് കുട്ടിക്കാലത്ത് എന്നെ പ്രേരിപ്പിച്ച ആളുകളിൽ ഒരാൾ സഖാവ് കുട്ടനായരാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ ഈ പരിപാടിക്ക് വരാറുണ്ട്. ചങ്ങരപ്പുഴ സഖാക്കളുടെ ഈ പരിപാടിയിൽ സഹകരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ശ്രാദ്ധം മുട്ടുന്ന പതിവൊന്നുമില്ല. കുട്ടനായർ അവസാനിപ്പിച്ചെടുത്തുനിന്ന് ചന്ദ്രകുളത്തെ സഖാക്കൾ ഇനി പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും. വികസിത മുതലാളിത്തവും സാമ്രാജ്യത്വവും വർഗീയ ഫാഷിസ്റ്റ് ശക്തികളും ഇന്ത്യയെ പങ്കിട്ടെടുക്കുന്ന കാലത്ത് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ നമുക്കൊരു പ്രസ്ഥാനമേ ഉള്ളൂ. അത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആ ശക്തി ഒരുപക്ഷെ VS-ഉം ഇതുപോലെ സ്മരണകരകം രണസ്മാരകം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. ആ മഹാനായ നേതാവിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ പുരസ്കാരം ഇത്തവണ തൃക്കുളം കൃഷ്ണൻകുട്ടികൾക്ക് കൊടുക്കുന്നതിനുള്ള ഒരു വലിയ കാവ്യമേരി എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷം ഈ കാര്യത്തിലുണ്ട്. ഞാനും കൃഷ്ണൻകുട്ടികളും ഒരേ കാലത്ത് കഥാപ്രസംഗകരായിരുന്നു. 76-77 കാലത്തൊക്കെ ഞങ്ങൾ കഥാപ്രസംഗകരായിട്ട് ഒരുമിച്ച് ബോർഡ് തൃക്കുളം കൃഷ്ണൻകുട്ടി എന്ന ബോർഡ് വെച്ച് കൃഷ്ണൻകുട്ടിയുടെ വണ്ടി, ആലപ്പുഴ വിലാസം എന്ന ബോർഡ് വെച്ച് എന്റെ വണ്ടി വഴി കൂട്ടിമുട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായി. അക്കാലത്ത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അർദ്ധരാത്രികൾ അഥവാ ലയനം വരെ എന്നൊരു കഥാപ്രസംഗം കൃഷ്ണൻകുട്ടിയുടെ അവതരിപ്പിച്ചിരുന്നു. അതൊരു വല്ലാത്ത കഥാപ്രസംഗമായിരുന്നു. അടിയന്തരാവസ്ഥയെ പിച്ചിക്കൂറി അവതരിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധിയൊക്കെ വളരെ നിശിതമായി വിമർശിക്കുന്ന ഒരു കഥയാണ്. കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗ രീതി കഥാപ്രസംഗമല്ല. വാസ്തവത്തിൽ ഒരു ചായപ്പുരയിൽ ഇരുന്ന് രാഷ്ട്രീയ ചർച്ച നടത്തുന്നു. ചായപ്പുരയാണ് വരുന്നത്. അവിടെ ഇരുന്ന് രാഷ്ട്രീയ ചർച്ച നടത്തുന്നതിലൂടെ പലതും വരും. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അർദ്ധരാത്രികൾ അഥവാ ലയനം വരെയുള്ള കഥയിൽ ഈ EMSന്റെ മന്ത്രിസഭയെ അട്ടിമറിക്കുന്നതിന്റെ ഗൂഢാലോചനയെ പറ്റി ഒരു സന്ദർഭം പറയുന്നത് ഇന്ദിരാഗാന്ധി നെഹ്റുവിനോട് പറയുന്നതായിട്ടാണ്. പാട്ട് തുടങ്ങും എന്ന് പറയും. EMS എന്നൊരു മുഖ്യമന്ത്രി ഇങ്ങനെ നാട് ഭരിച്ചെന്നെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലും വന്നുകൂടും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ദുർഭരണം എന്നാണ് പാട്ട്. ആ പാട്ടൊക്കെ മനോഹരമായി കഴിയും. ആ പടക്കം പാട്ട് രീതിയിലാണ്. അങ്ങനെ അദ്ദേഹം തന്നെ പാടും. അദ്ദേഹം 12 വയസ്സിൽ PJ ആന്റണിയിൽ നിന്ന് വിപ്ലവഗാനം പഠിച്ചു തുടങ്ങിയ ആളാണ്. അദ്ദേഹം പാർട്ടി ജാഥകളുടെ പിന്നിൽ പാട്ടുപാടി നടന്നിരുന്ന ആളാണ്. പാർട്ടി ജാഥക്കടുത്ത് കല്ലിന് കയറുന്ന അക്കാലത്ത് കഥ പറഞ്ഞു 12 വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ സാംസ്കാരിക ജ്വാല പോലെ പ്രവർത്തിച്ച ഒരാളാണ്. കാര്യമായിട്ട് കൃഷ്ണൻകുട്ടിയൊന്നും നേടിയിട്ടില്ല. 1980-കളിൽ പുരോഗമന കഥാപ്രസംഗ കലാസംഘടന എന്നൊരു സംഘടനയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു. അന്നത്തെ പ്രസിഡന്റ് V സാംബശിവനായിരുന്നു. രക്ഷാധികാരി കെടാമംഗലം സദാനന്ദനായിരുന്നു. പേരോട്ടം സുകുമാരൻ സെക്രട്ടറി ആയിരുന്നു. ആ കാലത്ത് ഞാനും കൃഷ്ണൻകുട്ടിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ കാണും. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് കഥാപ്രസംഗങ്ങളുണ്ട്. 52ഓളം കഥകൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും കഥാപ്രസംഗത്തിൽ പോകുമ്പോൾ ആക്രമണമുണ്ടായി. പല സ്ഥലത്തും ജീവാപായം കൂടാതെ രക്ഷപ്പെട്ടു. ഈയിടെ തമാശ തോന്നിയത് 82-ാമത്തെ വയസ്സിൽ ഇതിലൊന്നിലും പെടാത്ത സമയത്ത് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നൊരു വാർത്ത ഈയിടെ വായിച്ചു. അതൊന്നും പെട്ടല്ല വളരെ പക്ഷേ അങ്ങനെ നിരന്തരം ആക്രമണങ്ങൾക്ക് നേരിട്ടിട്ടാണ് ഈ കലാകാരൻ വളർന്നു വന്നത്. ഞാൻ കൃഷ്ണൻകുട്ടിക്ക് ആയുരാരോഗ്യ സഖ്യം പ്രാർത്ഥിക്കുന്നു. ഒപ്പം ചെറിയൊരു കാര്യം കൂടി കഥാപ്രസംഗ കലയെ കുറിച്ച് പറയാം. കാരണം ഞാനും ആ പണി കൊണ്ടുവരുന്ന ഒരാളാണ്. 15 വയസ്സ് മുതൽ ഏതാണ്ട് 29 വയസ്സ് വരെ കഥാപ്രസംഗകരായി. അതിനു മുമ്പാണ് കഥാപ്രസംഗ കലയുടെ വസന്തകാലം. കഥാപ്രസംഗം ഉണ്ടായിട്ട് 101 വർഷമായി. 1924-ലാണ് കൊടുങ്ങല്ലൂർ പറവൂരിനടുത്ത് ചേന്നമംഗലത്ത് ആദ്യമായി സത്യദേവൻ ഒരു കഥാപ്രസംഗം അവതരിപ്പിച്ചത്. അദ്ദേഹം ഹരികഥാ കാലക്ഷേപക്കാരനായി. കഥാപ്രസംഗത്തിന് മുമ്പ് ഹരികഥാ കാലക്ഷേപം എന്നൊരു കലയുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ കഥ അമ്പലങ്ങളിൽ പറയുന്ന ഒരു രീതിയായിരുന്നു.
അങ്ങനെ ഹരികഥാകാലക്ഷേപക്കാരനായിരുന്ന സത്യദേവൻ കുമാരനാശാൻ തയ്യാറാക്കിയ മാർത്താണ്ഡേയ ചരിതം അവതരിപ്പിച്ചിട്ടുണ്ട്. 2 കഥകളാണ് അക്കാലത്ത് സത്യദേവൻ അവതരിപ്പിച്ചിരുന്നത്, മാർത്താണ്ഡേയ ചരിതവും ശ്രീരാമചരിതവും. ഒരിക്കൽ ഈ കഥ കേൾക്കാനിട വന്ന സഹോദരനയ്യപ്പൻ ചോദിച്ചു, ഇത്രയും കഴിവുള്ള താങ്കൾ ഈ കാലത്ത് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഈ പുരാണ കഥകൾ പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? താങ്കൾക്ക് മാർത്താണ്ഡേയ ചരിതം എഴുതി തന്ന കുമാരനാശാൻ ചണ്ഡാല ഭിക്ഷുകി എന്നൊരു കാവ്യം എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതേ പ്രതിഭ ഉപയോഗിച്ച് കഴിവുപയോഗിച്ച് നിങ്ങൾ ചണ്ഡാല ഭിക്ഷുകിയാണ് പറയുന്നതെങ്കിൽ ജാതി പിശാചിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ആ ഉപദേശം അനുസരിച്ചാണ് ചണ്ഡാല ഭിക്ഷുകി ആദ്യമായി കഥാപ്രസംഗ രൂപത്തിൽ അന്ന് മാറ്റിവെച്ചത് ശ്രീരാമചരിതവും മാർക്കാണ്ഡേയ ചരിതവുമാണ്. എടുത്തത് ചണ്ഡാല ഭിക്ഷുകിയാണ്. ഓർക്കണം 1924 101 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റിവെക്കുന്നത് ചണ്ഡാല ഭിക്ഷുകിയും നിർബാധം എടുക്കുന്നത് ശ്രീരാമ ചരിതവുമാണ്. 101 വർഷം മുമ്പേ ഈ പുരാണം പറഞ്ഞിട്ട് ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു. 101 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പുരാണത്തിലേക്ക് മടങ്ങി. കഥാപ്രസംഗം ഒരു വിച്ഛേദമായി. അന്ന് ചണ്ഡാല ഭിക്ഷുകി കേളപ്പനാശാന്റെ സ്കൂളിലാണ് അവതരിപ്പിച്ചത്. അതിനുശേഷം MP മന്മഥൻ കാഥികനായിരുന്നു, ജോസഫ് കൈമപ്പറമ്പ് എന്ന പ്രശസ്തനായ കാഥികനുണ്ടായിരുന്നു, കെടാമംഗലം സദാനന്ദൻ. രമണൻ എന്ന കാവ്യം 4500 വേദികളിലാണ് കെടാമംഗലം മാത്രം പറഞ്ഞത്. നിരക്ഷരായിരുന്ന സാധാരണക്കാർ രമണൻ ഒരു ഹൃദിസ്ഥമാക്കിയത് കെടാമംഗലം കഥ പറഞ്ഞിട്ടാണ്. മലയപ്പുലയൻ മാടത്തിന്റെ മുറ്റത്ത് നട്ട വാഴ കുലച്ചു മൂത്തപ്പോൾ പഴുത്തപ്പോൾ ഇതിനൊക്കെ കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ എന്ന് പറഞ്ഞ് വെട്ടിക്കൊണ്ടുവേണ്ടി വന്ന ജന്മിത്തത്തിനെതിരെ ഉള്ള വാഴക്കുല 2500 വേദികളിലാണ് കെടാമംഗലം മാത്രം പറഞ്ഞത്. അക്കാലത്ത് കാഥികരാണ് ജനങ്ങളെ കൂട്ടി കഥാപ്രസംഗവും നാടകവും നവോത്ഥാനത്തിന്റെ കലകളായിരുന്നു. ഈ 2 കലകൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വളരെ വലിയ പങ്ക് വഹിച്ചു. KPSCയുടെ നാടകങ്ങൾ, കാളിദാസ കലാകേന്ദ്രത്തിന്റെ നാടകങ്ങൾ, മലബാർ കേന്ദ്ര കലാസമിതിയുടെ നാടകങ്ങൾ, ചെറുകാടിന്റെ നമ്മളൊന്ന് ദേവലോകം പോലുള്ള നാടകങ്ങളൊക്കെയാണ് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി. അതേപോലെ ആയിരുന്നു കെടാമംഗലത്തിന്റെയും സാംബശിവന്റെയും കഥാപ്രസംഗങ്ങൾ. EMS കെടാമംഗലത്തിന്റെ സാംബശിവന്റെ കഥാപ്രസംഗ ഗ്രൂപ്പിലേക്ക് പ്രസംഗിച്ചത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. EMS പറഞ്ഞു, ഞാനും സാംബശിവനും തമ്മിൽ കാണും. ചിലപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ സാംബശിവൻ കയറുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കയറുമ്പോൾ സാംബശിവൻ ഇറങ്ങുകയായിരിക്കും. കഥ പറഞ്ഞും നാടകം കളിച്ചും കൂട്ടിയ ആളുകളോടാണ് അക്കാലത്ത് നേതാക്കന്മാർ രാഷ്ട്രീയം പറഞ്ഞത്. പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ മുന്നിലും പിന്നിലും പുരോഗമന കലാപ്രവർത്തനങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഞാൻ സമയത്തോട് കേട്ടുന്നില്ല. വി സാംബശിവൻ എന്ന കഥാപ്രസംഗങ്ങളോട് ആധുനിക കേരളം കടപ്പെട്ടിട്ടുണ്ട്. കാരണം 1000 ഇംഗ്ലീഷ് പ്രൊഫസർമാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം, 1000 യൂണിവേഴ്സിറ്റികൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം നിർവഹിച്ച ആളാണ് സാംബശിവൻ. ലോകത്തിലെ ഏറ്റവും മഹത്തായ ക്ലാസിക്കുകൾ, ഷേക്സ്പിയറിന്റെ കൃതികൾ, ടോൾസ്റ്റോയുടെ കൃതികൾ, ഇബ്സന്റെ കൃതികൾ അടക്കം ലോകോത്തരങ്ങളായ ക്ലാസിക് കൃതികൾ നിരക്ഷരായ മനുഷ്യർക്ക്, സാധാരണക്കാർക്ക് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുന്നത് സാംബശിവനാണ്. എനിക്കിപ്പോൾ ഓർമ്മയുള്ളത്, ഞാൻ എനിക്ക് 9 വയസ്സുള്ള കാലത്താണ് ഇവിടെ വന്ന് സാംബശിവൻ ഒഥല്ലോ പറഞ്ഞു പോയി. എനിക്ക് തോന്നുന്നത് വേളാട്ടാണ്. ആ ഒഥല്ലോ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ശങ്കുലേഖന്റെ ചായപ്പൊടിയിൽ പാല് കൊടുക്കാൻ പോയപ്പോൾ, അന്ന് പാല് വിട്ടിട്ടാണ് നമുക്ക് ജോലി. പാല് കൊടുക്കാൻ പോയപ്പോൾ ചായപ്പൊടിയിൽ വലിയ ചർച്ച നടക്കാൻ. അന്ന് പൊന്നുകുട്ടിയേട്ടൻ എന്ന് പറയുന്ന അടക്ക കച്ചവടക്കാരനുണ്ടായിരുന്നു. 100 വയസ്സായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല. ബാവക്കാണ് ഒരു വീട്ടിലെ കച്ചവടക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല. പക്ഷെ അവർ സംസാരിക്കുന്നത് പൊന്നുകുട്ടിയേട്ടൻ പറയാണ്, ബാവേ ഈ റൊട്രിഗോ ഭയങ്കര കുഴപ്പക്കാരനാണോ? അപ്പൊ ബാവക്ക പറയണം, അല്ല പൊന്നുകുട്ടിയേട്ട, റൊട്രിഗോ അല്ല കുഴപ്പക്കാരൻ, ഇയാഗോ ആണ് സകല കുഴപ്പത്തിന് കാരണം. ഷേക്സ്പിയറിന്റെ ഒഥല്ലോ നാടകത്തിലെ 2 കഥാപാത്രങ്ങളെ കുറിച്ചാണ് എന്റെ നല്ല ചായപ്പൊടിയിൽ ഇരുന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ തർക്കിക്കും. അപ്പൊ ഒരാൾ പറഞ്ഞു, ഈ സാമ്പന് കഥ എഴുതി കൊടുക്കുന്നത് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ സാംബശിവന് കഥ എഴുതി കൊടുക്കുന്ന ആളായിട്ടാണ് ഞാൻ ഈ ഷേക്സ്പിയർ എന്ന പേര് ആദ്യം കേട്ടത്. എന്റെ വിചാരം സാംബശിവന് കഥ എഴുതി കൊടുക്കുന്ന ആളായിരുന്നു. പിന്നീട് അതൊന്നും മാറിയത്. അപ്പൊ സാംബശിവൻ മാത്രം നെല്ലിന്റെ ഗീതം പോലുള്ള സാവിത്രിയുടെ നോവലുകൾ, വിമൽ മിത്രയുടെ വിലയ്ക്ക് വാങ്ങാൻ 20ാം നൂറ്റാണ്ട് എണ്ണമറ്റ ലോക ക്ലാസിക്കുകൾ നിരക്ഷരായ മനുഷ്യരെ, അതും രാഷ്ട്രീയ കഥകൾ. സാംബശിവൻ എല്ലാ വേദിയിലും നിന്ന് രാഷ്ട്രീയം പറയും. രാഷ്ട്രീയം പറയുന്ന അമ്പല കമ്മിറ്റിക്കാർക്ക് പറയാം. ഒരു വലിയ അമ്പലത്തിൽ കഥാപ്രസംഗത്തിന് ക്ഷണിച്ചപ്പോൾ അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു, എല്ലാ രാഷ്ട്രീയക്കാരും വരുന്ന സ്ഥലമാണ്, ദയവ് ചെയ്ത് അന്ന് രാഷ്ട്രീയം പറയരുത്. ആയിക്കൊള്ളട്ടെ എന്ന് സാംബശിവൻ പറഞ്ഞു. പക്ഷെ അന്ന് അതിനും വൈകിയാണ്, 1/2 മണിക്കൂർ വൈകിയാണ് വന്നത്. കഥ തുടങ്ങുമ്പോൾ സാംബശിവൻ പറഞ്ഞു,
ക്ഷമിക്കണം, ഞാൻ സാധാരണ വൈകാറില്ല. ഞാൻ മനഃപൂർവ്വം വൈകിയതല്ല. വരുന്ന വഴിയിൽ ഒരു വലിയ ജാഥ കടന്നു പോകുന്നുണ്ടായിരുന്നു. അനേകായിരം ചെറുപ്പക്കാരായിരുന്നു ആ ജാഥ നയിച്ചത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാണ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും സഹിക്കവയ്യാതെ ഭരണകൂടത്തിന്റെ അനീതിക്കെതിരെ കരുതരായ ചെറുപ്പക്കാർ സംഘം ചേർന്ന് മുഷ്ടി ആകാശത്തിൽ ഉരുട്ടിക്കൊണ്ട് ഉറക്കെ വിളിക്കുകയാണ്, ഇൻകുലാബ് സിന്ദാബാദ്. ഇത് കേട്ടതും ഈ അമ്പലപ്പറമ്പിലുണ്ടായിരുന്ന 10,000-കണക്കിന് ആളുകൾ എഴുന്നേറ്റുണ്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചു. ഉടനെ സന്തോഷം പറഞ്ഞു, ഇല്ല ഞാൻ രാഷ്ട്രീയം പറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം പറയുന്നില്ല, കഥയിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് സാമ്പശിക ആളുകളെ കൊണ്ട് ഇൻകുലാബ് വിളിച്ചത്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആ പാരമ്പര്യമാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ. കഥാപ്രസംഗം രാഷ്ട്രീയമായി, രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗം. കൂടുതൽ കാര്യങ്ങൾ പറയാം. ഒഥല്ലോയിലെ ഒരു പാട്ടുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒഥല്ലോ ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ നാടകമാണ്. അത് ഒഥല്ലോയ്ക്ക് ഭാര്യ ഡെസ്ഡെമോണയെ സംശയമാണ്. അതാണ് എന്റെ കേന്ദ്ര പ്രമേയം. പക്ഷെ അത് ആദ്യം അവസാനം നമുക്ക് മനസ്സിലാവില്ല. അതിന്റെ പ്രമേയം അതിന്റെ പ്രധാന പ്രമേയം സാംബശിവൻ കഥാപ്രസംഗത്തിനിടയ്ക്ക് പ്രണയപരവശനായ ഒഥല്ലോ ഡെസ്ഡെമോണയെ വിളിക്കുന്ന രംഗം പഴയ കഥാപ്രസംഗം കേട്ടവർക്കറിയാം. ഇവിടെയൊക്കെ ധാരാളം കഥാപ്രസംഗം അനീസ്യ ഞാൻ കേട്ടിട്ടുണ്ട്. സംക്രാന്തി ഈ ഭാഗത്ത് വന്നത് ഗോസ്റ്റ്. ഇവിടെ സിഐടി തൊഴിലാളികളുടെ സമ്മേളനത്തിലാണ് നമ്മുടെ ചെറുപ്പന്റെ പീഡിയുടെ പിന്നിൽ ഗോസ്റ്റ് അവതരിപ്പിച്ചത്. ഈ കഥയെ പറയും ഡെസ്ഡെമോണയെ ഒഥല്ലോ അഭിസംബോധന ചെയ്ത പ്രണയഗാനമാണ്. അവർ മൊത്തം സംശയം എന്നിട്ട് പറയും, പങ്കാക്ഷിയുടെ ഭർത്താവിന് പങ്കാക്ഷിയോട് വല്ലാതെ പ്രേമം വരുമ്പോൾ പങ്കാക്ഷിയെ നീട്ടി വിളിക്കാതെ പങ്കിയെ വിളിക്കത്തില്ലയോ, അതുപോലെ പ്രണയം മോക്ഷിക്കുമ്പോൾ ഒഥല്ലോ ഡെസ്ഡെമോണയെ വിളിക്കും. ഡെസ്ഡെമോന ചുരുക്കപ്പേര് അപ്സരസാനന്ദേ പാടുമാറും സുഹൃത് സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിന്റെ ദേവതയാണവൾ സംശയിക്കില്ലൊരു കാലത്തും നിന്നെ ഞാൻ. ഒരു ഭാര്യ ഭർത്താവിനോട് നിന്നെ ഞാൻ ഒരു കാലത്തും സംശയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പണ്ടും സംശയിച്ചിരുന്നു, ഇപ്പോഴും സംശയിക്കുന്നുണ്ട്, നാളെയും സംശയിക്കുമെന്നാണെന്ന് ഏത് ഭാര്യയ്ക്കും മനസ്സിലാവും. അങ്ങനെ ഒഥല്ലോയുടെ മർമ്മം ഒരു പാട്ടുകൊണ്ട് പൊളിച്ച പ്രതിഭാശാലിയാണ് രാമങ്കലം. ഇപ്പൊ കഥാപ്രസംഗങ്ങളിടയിൽ മാത്രമല്ല, കഥാപ്രസംഗത്തെ ആദരിക്കുന്നവരാണെന്ന നിലയിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കഥാപ്രസംഗ കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുണ്ട്. ആ ആദരവാണ് ഇന്ന് ചങ്ങരകുളം സഖാക്കൾ MP കുട്ടനായരുടെ പേരിലുള്ള പുരസ്കാരം എന്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠൻ തൃക്കുളം കൃഷ്ണൻകുട്ടിയേട്ടൻ നൽകിക്കൊണ്ട് നിർവഹിച്ചിരിക്കുന്നത്. ഈ അഭിമാന മുഹൂർത്തത്തിലൂടെ ഉണ്ടാകാൻ സാധിച്ചതിൽ അനന്തമായ ചരിതാർത്ഥമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൃഷ്ണൻകുട്ടിയേട്ടന് ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്തയെ അവസാനിപ്പിക്കുന്നു. വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് തൃക്കുളം കൃഷ്ണൻകുട്ടിയെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള PB അൻവർ അതിനുശേഷം പാലോളി ഈ ഉപഹാരം സമർപ്പിക്കും. കൃഷ്ണൻകുട്ടി കഥാപ്രസംഗ കലയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിയ കാലത്തിൻ്റെ പ്രിയപ്പെട്ട കാതികൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി വേദികളിൽ വിപ്ലവ കഥാപ്രസംഗം നടത്തി രാഷ്ട്രീയ സാമൂഹ്യ മാറ്റത്തിന് തൻ്റെതായ സംഭാവനകൾ നൽകിയ വിപ്ലവകാരി. ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് വലതുപക്ഷ രാഷ്ട്രീയത്തെ കടന്നാക്രമിക്കുന്ന കഥാകഥനം കൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ ഉറക്കം കെടുത്തുന്ന ചുവന്ന താരകം. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, കാതിക ശ്രേഷ്ഠ അവാർഡ് എന്നിവ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾക്ക് അർഹനായ സർവാദരണീയനായ ശ്രീ തൃക്കുളം കൃഷ്ണൻകുട്ടിയാണ് ഇത്തവണത്തെ സഖാവ് കുട്ടൻ നായർ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന് ചങ്ങരംകുളം സഖാക്കൾ നവമാധ്യമ കൂട്ടായ്മയുടെ സ്നേഹാദരങ്ങൾ. ഉപഹാരം നൽകുന്നതിന് പാലോളിയെയും അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാവരും തയ്യാറാണ്.
എം നാരായണ മാഷ്ക്കുള്ള ഉപഹാരം പി നന്ദകുമാർ MLA നൽകും. അതിനെ രണ്ടുപേരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവരും ഉപഹാരം നമ്മുടെ പ്രിയപ്പെട്ട ലീലാകൃഷ്ണേട്ടനുള്ളതാണ്. ലീലാകൃഷ്ണേട്ടനെ ഈ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സഖാവ് ജ്യോതിബാസ് ഈ അവാർഡ് അദ്ദേഹത്തെ ഈ ഉപഹാരം കൈമാറും. നാരായണ മാഷ് നമ്മളോട് സംസാരിക്കും. അതിനുവേണ്ടി മാഷെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഉപഹാരം വാങ്ങാനാണ് വന്നത്. ഇവിടിപ്പോ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. നായരുടെ അനുസ്മരണവും സമിതിക്കുള്ള ഈ അവാർഡുകാരൻ കുട്ടനായര് അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ടും പിന്നീട് അദ്ദേഹം സ്വീകരിച്ച കർമ്മം കൊണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ അത്ര സാധ്യതയില്ലാത്ത ഒരാളായിരുന്നു. കർമ്മം എന്ന് പറയുന്നത് കച്ചവടം. ഒരു കച്ചവടക്കാരന് കമ്മ്യൂണിസ്റ്റ് ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, ഞങ്ങൾ താൻ ലഭിച്ചു വന്ന പാരമ്പര്യവും താൻ സ്വീകരിച്ച ജീവിതവും അതാണ് തൻ്റെ പശ്ചാത്തലം, തൻ്റെ മണ്ണ്. പക്ഷേ അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് വളരാൻ പറ്റുന്ന മണ്ണല്ല. നമ്മളെന്താ ചെയ്യുക? ഒരു ചെടി ഒരു പ്രത്യേക സ്ഥലത്ത് വളരുന്നില്ലെങ്കിൽ അതിനെ പറിച്ച് മറ്റൊരു പറ്റിയ സ്ഥലത്തേക്ക് പറിച്ചു. കുട്ടനായര് ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റാത്ത, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വളരാൻ പറ്റാത്ത മണ്ണിൽ മുളച്ച കുട്ടനായർ സ്വയം പറിച്ച് നടുകയും ഈ ആലങ്കോട്ടെയും മന്നമുക്കിലെയും പൊന്നാനി താലൂക്കിലെയും സാധാരണ മനുഷ്യരുടെ നോവുകളും നൊമ്പരങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ വേഗറക്കി വളർന്ന് പന്തലിച്ച് നിൽക്കുകയും ചെയ്തു. അതിൻ്റെ സൗരഭ്യം ഇപ്പോഴും ഈ നാട്ടിലെ ജനതയുടെ മനസ്സിലിങ്ങനെ മായാതെ മങ്ങാതെ നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ ശങ്കരൻകുളം സഖാക്കൾ എന്ന പേരിൽ പ്രവാസി സുഹൃത്തുക്കൾ വർഷം തോറും നടത്തുന്ന ഈ അനുസ്മരണ പരിപാടി, അവാർഡ് ദാന പരിപാടി. നമുക്ക് നമ്മുടെ ഈ പ്രവാസി ജീവിതത്തിൽ മലയാളി എന്ന് പറയുന്നത് എല്ലാ കാലത്തും പ്രവാസ ജീവിതമായിട്ട്, പ്രവാസ ജീവിതം മലയാളിയുടെ ജീവിതത്തിന്റെ ഭാഗമായി, കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി. പക്ഷെ അതിന് പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇനിയുള്ള പ്രവാസികൾ പലരും, അപ്പൊ പ്രവാസം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് പോയത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി, അമേരിക്കയിൽ പോയി, കാനഡയിൽ പോയി. അവിടെയൊക്കെ പ്രവാസി ജീവിതം നടത്തുന്ന ആളുകൾ പലരും ഈ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ല പോയിട്ട് അവിടെ തന്നെ താമസിക്കാനുണ്ട്. അവരുടെ കുട്ടികളാണെന്ന് അവർക്ക് മലയാളം പോലും അറിയില്ല. അങ്ങനെ പതുക്കെ നാട്ടു ജീവിതത്തിൽ വേരറ്റ് പോകുന്ന ഒരു ജനുസായിട്ട് കേരളത്തിലെ പ്രവാസ സമൂഹം മാറുന്ന, പ്രവാസത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു വഴിത്തിരിവിൽ നാം വന്ന് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ നാടിനെയും
നാട്ടു ജീവിതത്തെയും അതിൻ്റെ ഓർമ്മകളെയും ഒക്കെ ഏത് കാറ്റിലും ഒഴിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്ന ഈ കൂട്ടായ്മ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാലത്തിൻ്റെ ഒഴുക്കിനെതിരെ പിടിച്ചു നിൽക്കാൻ നടത്തുന്ന ശ്രമമാണ്. ഞാൻ അതിനവരെ അഭിവാദനം ചെയ്യുന്നു. അതിൽ ശ്രമത്തെ പറ്റി കൂടി ഒരു വാക്ക്. ലീലാകൃഷ്ണൻ കഥാപ്രസംഗത്തെ കുറിച്ച് പറയാൻ, കഥാപ്രസംഗത്തെ കുറിച്ച് മാത്രമല്ല മറ്റു പല കാര്യങ്ങളെ കുറിച്ച് പറയാൻ എന്നെ കഥാർത്ഥമില്ല ആളാണ് ലീലാകൃഷ്ണൻ. പക്ഷെ ലീലാകൃഷ്ണൻ ഇപ്പൊ പറഞ്ഞ അഭിപ്രായത്തിനൊരിക്കും ചെറിയ വിയോജിക്കും, ഒരു ഡിസഗ്രിങ് നോട്ട്. അതായത് ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ സാംബശിവന്റെ കഥാപ്രസംഗത്തെ അല്ലെങ്കിൽ കഥാപ്രസംഗത്തെ മലയാളിയുടെ ഒരു സ്വത്വത്തിന്റെ തന്നെ ഒരു ആവിഷ്കാരമാക്കി മാറ്റിയ സാംബശിവന്റെ കലയെയോ കഥാപ്രസംഗത്തെ ഞാൻ കുറച്ച് കാണില്ല. വലിയ ടവറിംഗ് പേഴ്സണാലിറ്റി. പക്ഷെ സാംബശിവനെ പോലുള്ള ആളുകൾ സൃഷ്ടിച്ച കഥാപ്രസംഗ കലയുടെ ഒരു പാരമ്പര്യത്തെ അറിഞ്ഞോ അറിയാതെയോ തൻ്റെ കലാജീവിതത്തിൽ ബ്രേക്ക് ചെയ്ത, വിച്ഛേദിച്ച, ആ വിച്ഛേദിക്കാൻ കരുത്ത് കാട്ടിയ ഒരു കലാകാരനാണ് തൃക്കാകൃഷ്ണൻ. സാംബശിവന്റെ കഥാപ്രസംഗം അല്ല കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗം. കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗമല്ല, അതിന് കഥയില്ല, കഥ പറയല്ല, ഗല്ലവും ഒക്കെ. അതുപോലെ ഏതെങ്കിലും ക്ലാസിക് കൃതികളെടുത്ത് അതിനെ കഥാസന്ദർഭങ്ങളെ വികാരോജ്വലമായ ഭാഷയിൽ അരങ്ങിൽ അവതരിപ്പിക്കുകയും അതിനെ കുറെ കൂടി നാടുകൾക്ക് ആകർഷകമായ രീതിയിൽ സംഗീത സാന്ദ്രമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൈലിയാണ് സാംബശിവന്റെ, അല്ലെങ്കിൽ കഥാപ്രസംഗത്തിന്റെ ശൈലി. അത് തികച്ചും വ്യത്യസ്തമായിട്ട് കഥയില്ലാത്ത. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കഥാപ്രസംഗം എന്നല്ല ഞാൻ വയ്ക്കുക, പാട്ടും പറച്ചിലും. പാട്ടുണ്ട്, പറച്ചിലുണ്ട്. ഈ പറച്ചിൽ എന്ന് പറഞ്ഞ കഥയല്ല, നാട്ടു ജീവിതത്തെ അതിൻ്റെ ചില സന്ദർഭങ്ങളെ. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് ചായക്കട എന്ന് പറഞ്ഞൊരു പബ്ലിക് സ്പിയർ ആയിരുന്നു. നാട്ടു ജീവിതത്തിലെ ജനാധിപത്യ ജീവിതവുമായിട്ട് വിളക്കിച്ചേർത്ത ഒരു പൊതുമണ്ഡലമായിരുന്നു കേരളത്തിലെ ചായക്കട. ഈ ചായക്കടകളിൽ ആളുകൾ വന്ന് ഇരുന്നിട്ട് സംസാരിക്കുന്ന സംവാദങ്ങളുണ്ട്. നേരത്തെ ഒരു ചായക്കട വർത്തമാനം ചായക്കട പ്രധാനം. ആ ചായക്കടക്ക് പോയി എടുത്തുപോയി. ആ ചായക്കടയുടെ അകത്ത് ചായ കുടിച്ചു ഇരിക്കലുണ്ട്. അങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു ഡിബേറ്റ് ഉണ്ട്. ആ ഡിബേറ്റാണ് കേരളത്തിന്റെ ജനാധിപത്യത്തെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത്. അപ്പൊ ആ ജനാധിപത്യ സദസ്സിന്റെ ആ ഒരു സംവാദത്തിന്റെ സംസ്കാരത്തെ സർഗാത്മകമായി ഈ തൻ്റെ കലയുമായി വിളക്കിച്ചേർക്കുകയും അത് പൊളിറ്റിക്കൽ സറ്റയറാണ്. അപ്പൊ കുഞ്ചൻ നമ്പ്യാരൊക്കെ ചെയ്തല്ല, കുഞ്ചൻ നമ്പ്യാർ ചെയ്തത് പൊളിറ്റിക്കൽ സറ്റയറാണ്. അദ്ദേഹം പുരാണം നല്ലത് ചുറ്റും കാണുന്ന ജീവിതത്തിലെ വൈകല്യങ്ങളെയും വൈകൃതങ്ങളെയും പരിഹാസാത്മകമായ ശൈലിയിൽ പൊളിച്ചെടുക്കാൻ അറിയുന്നത് കുഞ്ചൻ നമ്പ്യാർ. ആ കുഞ്ചൻ നമ്പ്യാരൊക്കെ സൃഷ്ടിച്ചു വെച്ച സവിശേഷമായ ഒരു കലാപാരമ്പര്യത്തിന്റെ നമ്മുടെ വള്ളുവനാട്ടിലെ ആ മലപ്പുറം ജില്ലയിലെ പ്രതിനിധിയായിട്ട് ഞാൻ ഈ മനുഷ്യനെ കാണുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു പാരഡൈം ഷിഫ്റ്റ്, കഥാപ്രസംഗ കലയുടെ ഒരു മാതൃകയെ, വികാര മാതൃകയെ വിച്ഛേദിച്ച കല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവേറ്റ് തൃക്കാകൃഷ്ണൻകുട്ടി കഥാപ്രസംഗകൻ എന്ന് പറയുന്നത് അദ്ദേഹം മാത്രമല്ല, ആളുകളെ രസിപ്പിക്കാന്നുള്ളതല്ല, ആളുകളെ രസിപ്പിക്കുക മാത്രമല്ല, ആളുകളെ പഠിപ്പിക്കുകയും ഈ പറയുന്നത് പലരും ചോദിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ രസിപ്പിക്കുക, പഠിപ്പിക്കുക, ചൊടിപ്പിക്കുക. കുഞ്ചൻ നമ്പ്യാരോ തന്നെയാണ് രസിപ്പിക്കുക, പഠിപ്പിക്കുക, ചൊടിപ്പിക്കുക. ഈ ആദ്യം പറഞ്ഞത് കുഴപ്പമില്ല, രണ്ടാമത് പറഞ്ഞത് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ മൂന്നാമത് ഇറച്ചിയിൽ മണ്ണാമെന്ന് കേസാണ്. മനസ്സിലാവുന്നു? അത് റിസ്ക്കാണ് അത് നടത്താൻ. അപ്പൊ മാത്രമല്ല, അതിന് പലപ്പോഴും അങ്ങനത്തെ പറയുമ്പോൾ വെച്ചാൽ അവര് സ്വാധീനം ഒരിക്കലും ഈ ബുക്കിംഗ് കിട്ടില്ല. കഥാപ്രസംഗം അങ്ങനെയുണ്ടല്ലോ, അയാൾ കിട്ടുന്നതാണ്.
അപ്പോൾ ഒരു പ്രൊഫഷൻ എന്നുള്ളതിലേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഇല്ലാതെ ഇതൊരു വലിയ ദൗത്യമായിട്ട്, ഒരു സാംസ്കാരിക രാഷ്ട്രീയ ദൗത്യമായി ഒരു പതാക ഉയർത്തിപ്പിടിക്കുന്നത് പോലെ, ഏത് കൊടുങ്കാറ്റിനും മുലയാത്ത ഒരു പതാക ഉയർത്തിപ്പിടിക്കുന്ന പോലെ ഈ കഥ ഈ കലാരൂപത്തെ സവിശേഷമായ രീതിയിൽ തൻ്റെതായ രീതിയിൽ മാറ്റിത്തീർത്തുകൊണ്ട് പ്രയോജനപ്പെടുത്തി ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം ആ മനുഷ്യന്റെ ഈ കണ്ഠം നാവ് തലച്ചോറ് ഇതെല്ലാം ഈ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച സന്യാഗത്തിന്റെ ഒരു ചരിത്രമാണ് ഇത് വേറൊരു കല പാട്ടുപാടിക്ക് ഒരു സമ്മാനം മേടിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഈ കലയുടെ ചരിത്രത്തിലും കേരളത്തിന്റെ ചരിത്രത്തിലും സവിശേഷമായ വളരെ വിനയത്തോടും പ്രശ്നത്തിൽ കാണുമ്പോൾ തന്നെ തൊഴിൽ നമസ്കരിച്ചുകൂടെ നിൽക്കരുത്. ഈ വിനയം കണ്ടു നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഈ മനുഷ്യൻ വലിയൊരു സംഭവമാണ്. ആ സംഭവത്തെ തിരിച്ചറിയാനും ആദരിക്കാനും സന്മനസ് കാണിച്ച ഈ ശങ്കരംകുളം സഹാക്കളെ അവർക്കിപ്പോൾ എന്നതിൻ്റെയൊക്കെ ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു ചരിത്രത്തെയാണ് നമ്മൾ കേട്ടിപ്പിടിക്കുന്നത്. അപ്പൊ വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോൾ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. വി എസിനെ കാണാനല്ലത്, അത് കാലമാണ്, ഒരു ചരിത്രമാണ്. അതുപോലെ ഈ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് ഒരു കാലത്തെ, ഒരു ചരിത്രത്തെ പ്രതികരിക്കുന്ന ഒരു കലാവ്യക്തിത്വമാണ്. ആ കലാവ്യക്തിത്വത്തെ ആദരിക്കാനാണെന്ന് അറിഞ്ഞ, മനസ്സിലാക്കിയ, തോന്നിയ നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ജ്യോതിബാസ് മാഷ് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ നന്ദേട്ടൻ, പ്രിയപ്പെട്ടവർ, വിവരണാതീതമായ മഹിമാനിശയം കൊണ്ട് ലബ്ധപ്രതിഷ്ഠരായ വ്യക്തികളെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ വേദി. സകൽ പാലനയുണ്ട്. പതിറ്റാണ്ടുകൾ രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും നടന്നു നിൽക്കുകയും നിരവധി അധികാര സ്ഥാനങ്ങളിൽ തുടരുകയും ചെയ്തിട്ടും ശുഭ്രവും നിർമ്മലവുമായ ഒരു ജീവിതം കേരളത്തിൽ കാണിച്ചു കൊടുത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിത്വമായ സകല പാലടി നമ്മുടെ വേദിയിൽ ഇരിപ്പുണ്ട്. ഒരു നാരായണമാഷും ലീലാകൃഷ്ണനും അവരെ ആദരിക്കുന്നതിന് ഒരു അവാർഡിന്റെ ആവശ്യമില്ല, നിമിത്തായി എന്ന് മാത്രം. ഇപ്പോ ലീലാകൃഷ്ണ അവാർഡുകളുടെ ഒരു പെരുമഴ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഈ ദേശത്തിലാർക്ക് ആദരിക്കാൻ എന്തിനാ അവാർഡ്? നമ്മുടെ പ്രദേശത്തിന്റെ സ്വകാര്യ അഹങ്കാരങ്ങളായ 2 വ്യക്തികൾ നമ്മൾ വിരുദ്ധത്തിലൂടെ ആദരിക്കുന്നു എന്ന് മാത്രം. കൃഷ്ണൻകുട്ടിയേട്ടനെ നമ്മൾ ആദരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെത്തിച്ചേരേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയെ ആദരിക്കുന്നതിലപ്പുറം ഒരു അവാർഡ് ആദരിക്കപ്പെടുന്നത് അത് ശരിയായ കൈകളിൽ എത്തിച്ചേരുമ്പോഴാണ്. അവാർഡിനെയാണ് നമ്മൾ ആദരിക്കുന്നത്. ഈ പുരസ്കാരം നമ്മുടെ ജില്ലയിൽ ഏറ്റവും അർഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇവിടെ നേരത്തെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും അതോടൊപ്പം ആ കാലഘട്ടത്തിലെ തലമുറയിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വളം നൽകുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഒരുപക്ഷെ ആ കാലയളവിലുള്ള ആളുകൾക്ക് ഇപ്പോ ലീലാകൃഷ്ണൻ പറയുമ്പോഴാണ് അതിൽ ചില വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത്. അത് തന്റെ ആക്ഷേപഹാസ്യത്തിലൂടെ കടുത്ത രാഷ്ട്രീയ വിമർശനം നടത്തുകയും ആ രാഷ്ട്രീയ വിമർശനത്തിലൂടെ ഇടതുപക്ഷ പുരോഗമന ശക്തികൾക്ക് പാതയൊരുക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ ഒരു പുരസ്കാരം നൽകുമ്പോൾ അദ്ദേഹമല്ല ആദരിക്കപ്പെടുന്നത്, ആ പുരസ്കാരമാണ് ആദരിക്കപ്പെടുന്നത് എന്ന് ഞാൻ കരുതുന്നു.
ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊരു 4-in-1 പരിപാടിയാണ്. 2-in-1 3-in-1 ആണ്. ഒന്ന്, കൃഷ്ണകുട്ടിയേട്ടനെ ആദരിക്കുന്നു, നാരായണമാഷ ആദരിക്കുന്നു, ലീലാകൃഷ്ണനെ ആദരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ ഈ പ്രദേശത്ത് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിലപാടുകളുടെ തമ്പുരാനായിരുന്ന സഖാവ് കുട്ടൻ നായരുടെ സ്മരണകൾ ആമന്ത്രണം ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ നാം നിലകൊള്ളും. 4 പരിപാടി ഒന്നിച്ച് നടക്കും. ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അവാർഡ് കൂടി വേണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ഇത്തരത്തിൽ വളരെ സാർത്ഥകമായി സഫലമായി ഈ പരിപാടി സംഘടിപ്പിച്ച ചങ്ങരംകുളം വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഒരു അവാർഡ് വേണ്ടതാണ്. കാരണം കാണേണ്ടത് യഥാസമയത്ത് കണ്ടാലേ കാഴ്ച പൂർണ്ണമാവുള്ളൂ. എന്തെങ്കിലും കണ്ടൊരു കാര്യമില്ല. ഇവിടെ മാഷ് നന്ദേട്ടൻ പറഞ്ഞു, പിന്നെ വളരെ വൈകിയാണ് കൃഷ്ണകുട്ടിയേട്ടന് ഈ പുരസ്കാരം എത്തിച്ചേർന്നത് എന്ന് പറയണ്ട. അപ്പൊ അവരിത് കണ്ടെത്തുകയും ഒരു നാട്ടിന് പുറത്ത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും ധാരാളം ആളുകളെ, ഇതിൽ താല്പര്യമുള്ള ആളുകളെ, ഈ പറഞ്ഞ ആളുകളെ മുഴുവൻ ആദരിക്കാൻ സന്മനസ്സുള്ള ആളുകളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്ത ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. ഏറ്റവും പ്രിയപ്പെട്ട പുരസ്കാര ജേതാവ് തൃക്കുളം കൃഷ്ണകുട്ടിയേട്ടൻ മറുപടിയായിട്ട് സംസാരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു കവിതാശകലമാണ് എന്ന് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഓർക്കുക, നിങ്ങളായിരുന്നു എന്നെ ഞാനാക്കിയത് ഇരിക്കുന്നവരാണ്. സഖാവ് പാലോളി രാവും പകലും അധ്വാനിച്ചിട്ടാണ് കൃഷ്ണകുട്ടി എന്ന കഥയുണ്ടായത്. അദ്ദേഹം അന്തിമത്തിൽ നിൽക്കുമ്പോൾ സർക്കാർ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയ ശേഷം വിശ്രമിക്കാൻ കിട്ടുന്ന ആ സമയമാണ് എനിക്ക് കഥയെ അദ്ദേഹം സമയം നീട്ടിവെക്കുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിപ്പണിയും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന് ഒരുപാട് പറയണം ഞാൻ നിർത്തും. അപ്പോ ഞാനിതിൽ വലിയ പങ്കും പോയിട്ടില്ല. നിങ്ങളാണ് ഞാൻ അംഗീകരിക്കുന്ന എല്ലാ നേതാക്കളും സഖാക്കളും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്, ഉപയോഗിച്ചവരാണ് എന്ന് അഭിപ്രായമാണ്. അവരുടെ നന്മയും നല്ല മനസ്സും അവരുടെ മഹാത്യാഗവുമാണ് കൃഷ്ണകുട്ടി. എനിക്ക് കിട്ടിയ അംഗീകാരം ഞാൻ പങ്കുവെക്കുന്നു എന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക്. അങ്ങനെയാണുള്ള സ്ത്രീ. ഇനി ആദ്യം ഈ രംഗത്ത് പാട്ട് പഠിപ്പിച്ച ആള്, പാട്ട് പറഞ്ഞു തന്ന ആള് ശ്രീ PJ ആന്റണി എന്നൊരു വ്യക്തിയാണ്. ഓർക്കുന്നുണ്ടാവും ഞാൻ കേട്ടത്. ഞാനിത് തൃക്കോളത്ത് അമ്പലപ്പുറത്തിന്റെ മാളൊക്കെ ഇങ്ങനെ ഒരു ചായക്ക് വേണ്ടി പാട്ട് പാടി നടക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെ വാസുദേവൻ എന്ന സിനിമ കണ്ടുപിടിച്ചു PJ ആന്റണി. അപ്പൊ ഞാനൊരു ചായക്കട പാട്ട് പാടാം. അന്ന് ചായക്ക് നിൽക്കാറാണ്. അപ്പോൾ ആന്റണി വന്നിട്ട് വിളിച്ചവനെ ഏതാന്ന് അങ്ങനെ പരിചയപ്പെടും. അങ്ങനെ അദ്ദേഹം എനിക്ക് പാട്ട് എഴുതുന്നു. എൻ്റെ കയ്യിലുണ്ട് പണിയെടുത്ത് 10 മിനിറ്റ് എഴുതണം പാട്ട്. അദ്ദേഹം സെമിനാറിലാണ്. ആ ആന്റണിയാണ് എനിക്ക് ആദ്യമായി പാട്ട് എഴുതുന്നത്. പിന്നെ ഞാൻ പാട്ട് കൂട്ടത്ത് കൂടി, പിന്നെ സംഗീതമായി, പിന്നെ ബാപ്പു ഞാൻ ഒരു കഥയിൽ ആ കഥാപ്രസംഗം രൂപത്തിലാക്കി രാഷ്ട്രീയം നാം അതിൽ കുട്ടിക്കാർക്ക് വിജയിപ്പിച്ച് എന്നെ ഈ രൂപത്തെത്തിച്ച് ഈ മഹത്തായ കണ്ടെത്തിച്ച എന്റെ പ്രിയപ്പെട്ട സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി എന്റെ എല്ലാ അംഗീകാരങ്ങളും, എന്റെ എല്ലാ സുഹൃത്തുക്കളും, എന്റെ സന്തോഷങ്ങളും നിങ്ങളിലേക്ക് ഈ എല്ലാ ഒരുപാട് കാലം പറയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, എങ്ങനെയാണ് ആദരിക്കേണ്ടത് കഴിയില്ല. അതുകൊണ്ട് കുട്ടനാട് എനിക്കറിയാം. ഞാൻ ഈ പ്രദേശത്ത് പരിപാടിക്ക് വന്നാൽ അത് ഞാൻ അദ്ദേഹത്തിന് വിളിയെ പോകും. തിരുവനന്തപുരത്ത് കഥാപ്രസംഗം കഴിഞ്ഞാൽ പിന്നെ കഥാപ്രസംഗം കഴിയുമ്പോൾ ആ പിന്നണിക്കാരൊക്കെ തിരുവക്കാരാണ്. അവർ കാര്യം പടവും ഞാൻ അതിൻ്റെ മുമ്പേ പടവും. കാരണം എനിക്ക് പാർട്ടി ചെറുതിൻ്റെ പണിയെത്തി. അത് കഴിഞ്ഞ് ആദ്യം വരാൻ ആരംഭിച്ചു. ആദ്യവിടെ ഒരു കുട്ടനാട് പുള്ളിയെ പോയി കൊടുക്കണയാണ്. ഒരു ദിവസം വന്നപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നു. ഞാൻ പറഞ്ഞു, ആണ് ഞാൻ കഴിക്കില്ലായിരുന്നു.
അദ്ദേഹം ആ മേശ വരുന്ന 2 ഉറുപ്പിക പറഞ്ഞത് അങ്ങോട്ട് പോയി ഭക്ഷണം കഴിച്ചു. ഒരാളെ കണ്ടാലും സഖാവിനെ കണ്ടാലും ഒരാളെ കണ്ടാലും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് സഖാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഭക്ഷണം. ആ മഹാനായ മനുഷ്യനെ സ്മരിക്കുന്നു. ഈ എല്ലാ ആദരവും ഞാൻ സഖാവും നിങ്ങൾക്കും എൻ്റെ സഖാവും പാർവ്വത്തിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ നന്ദി പ്രകാശിക്കുന്നു. നന്ദി. അപ്പോൾ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്നിട്ടുണ്ട്. ഈ പാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ PK ആന്റണി 1952 എനിക്ക് എഴുതുന്ന പാട്ടാണ്. അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ PK ആന്റണി പറഞ്ഞിട്ടുണ്ട് നിർമ്മാണം. ആ ആന്റണിയുടെ കൈകൊണ്ട് ഒരു പാട്ട് കേൾക്കാൻ എനിക്ക് പാടാനത്തെ ഭാഗ്യമുണ്ടായി. ആ പാട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അന്നത്തെ പാട്ട് ഇന്നത്തെ രോഗമാണ്, അന്നത്തെ പട്ടിണിയും ദാരിദ്ര്യവുമാണ് ഈ പാടുന്നത്. പണിയെടുത്തും പട്ടിണിയിൽ കഴിയണം നമ്മൾ, പണിയെടുത്തും പട്ടിണിയിൽ കഴിയണം നമ്മൾ, കാടും മേടുകൾ വെട്ടി പാടങ്ങളാക്കി നമ്മൾ, തോടും പോടകൾ വെട്ടി തോട്ടങ്ങൾ തീർക്കും നമ്മൾ, കാടും മേടുകൾ വെട്ടി പാടങ്ങളാക്കി നമ്മൾ, തോടും പോടകൾ വെട്ടി തോട്ടങ്ങൾ തീർക്കും നമ്മൾ, കണ്ണും കരീമുഖമായി നന്നായൊഴുകും നമ്മൾ, കണ്ണും കരീമുഖമായി നന്നായൊഴുകും നമ്മൾ, നെന്മാരി വിത്തുകളെ പിന്നെ വിതയ്ക്കും നമ്മൾ, പണിയെടുത്തും പട്ടിണിയിൽ കഴിയണം നമ്മൾ, കഴിയണം നമ്മൾ, പണിയെടുത്തും പട്ടിണിയിൽ കഴിയണം നമ്മൾ, കഴിയണം നമ്മൾ, പൊള്ളും ഓറുങ്കയിൽ പൊള്ളിക്കരിഞ്ഞു നമ്മൾ, തള്ളും വിയർപ്പു വെള്ളത്തുള്ളി ചൊരിഞ്ഞു നമ്മൾ, പൊള്ളും ഓറുങ്കയിൽ പൊള്ളിക്കരിഞ്ഞു നമ്മൾ, തള്ളും വിയർപ്പു വെള്ളത്തുള്ളി ചൊരിഞ്ഞു നമ്മൾ, രാവും പകലും അതിസേവകൾ ചെയ്തു നമ്മൾ, കാവലിരുന്നു കാത്തു ജീവനെ പോലെ നമ്മൾ, രാവും പകലും അതിസേവകൾ ചെയ്തു നമ്മൾ, കാവലിരുന്നു കാത്തു ജീവനെ പോലെ നമ്മൾ, പൊൻകാതിയായ നേരം കൊയ്തു മേടിച്ചു നമ്മൾ, ചാക്കിൽ നിറച്ചു നെല്ലേറ്റിച്ചു നമ്മൾ, പൊൻകാതിയായ നേരം കൊയ്തു മേടിച്ചു നമ്മൾ, ചാക്കിൽ നിറച്ചു നെല്ലേറ്റിച്ചു വന്നു നമ്മൾ, പത്തായം നിരത്താനും പട്ടിണി മാത്രം നമ്മൾ, പത്തായം നിരത്താനും പട്ടിണി മാത്രം നമ്മൾ, പട്ടിണിയാണോ പറഞ്ഞിത്ര പണിയെടുത്തും പട്ടിണിയിൽ കഴിയണം നമ്മൾ, കഴിയണം നമ്മൾ, പണിയെടുത്തും പട്ടിണിയിൽ കഴിയണം നമ്മൾ, കഴിയണം നമ്മൾ, പണിയെടുത്തും പട്ടിണിയിൽ കഴിയണം നമ്മൾ, കഴിയണം നമ്മൾ. ഈ നാട്ടിലെ പേരുപെട്ടുന്നതിന് കെട്ടിക്കാരായി കച്ചവടമായി ഉയർന്നായിരുന്നു. ആ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ അഭിമാനിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴോളം തോന്നുന്നു. ബാക്കി അഭിവാദ്യം പരിപാലിക്കുന്ന പ്രസംഗങ്ങളെല്ലാം ഒഴിവാക്കിയതൊക്കെ അറിയിക്കുകയാണ്. ഈ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തുന്നത് ഈ പ്രോഗ്രാമിന്റെ കൺവീനർ കൂടിയായിട്ടുള്ള എരിവ് കോഴിക്കൽ അവരെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ ചതരകുളം സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മയുടെ 11 വർഷമായി തുടങ്ങി വെച്ച ഈ പ്രവർത്തനം നവമാധ്യമ പ്രവർത്തനത്തിനോടൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങളിലെ സജീവതയിൽ വർഗ ബഹുജന സംഘടനകളെ പോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടന കാരുണ്യ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ ഇടയിൽ നല്ല ആവേശത്തോടു കൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്താണ് സാംസ്കാരികപരമായ ഇടപെടലിലൂടെ ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് എല്ലാവിധ നമ്മളോടൊപ്പം എപ്പോഴും നിൽക്കുന്ന നന്ദേട്ടൻ, അതുപോലെ തന്നെ നാരായണ മാഷ്, ഈരാകൃഷ്ണനെ സംബന്ധിച്ചറിയാം എല്ലാ ആളുകളും നമ്മളെ ജ്യോതിബാസ് മാഷ് എപ്പോഴും നമ്മുടെ കൂടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളോടുകൂടി നമ്മുടെ പ്രവർത്തന മേഖല, നമ്മുടെ സാംസ്കാരിക മേഖല വളർന്നു വരുന്നുണ്ട്.
തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ ഒരു അവാർഡ് വളരെ വളരെ മനോഹരമായ ഒരു നിമിഷമാണ്. കാരണം നമുക്ക് ഇങ്ങനെ തൃക്കളം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആൾക്ക് നമുക്കിത് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ്, ഒരു അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല പത്മപ്രഭ പുരസ്കാരം ലഭിച്ച ശ്രീ ആലപ്പുഴ രാജശേഖരനും കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് ലഭിച്ച ധാരാള മാഷക്കും ഒക്കെ നമുക്ക് അവാർഡ് കൊടുക്കാൻ സാധിച്ചു. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് ഇവരെ ഓരോരുത്തരും ഒരു പാടോളി സഖാവിന് ആദ്യമായി ഈ വേദിക്ക് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൃക്കളം കൃഷ്ണൻകുട്ടി സഖാവിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നാരായണ മാസ്റ്റർ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജശേഖരൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ജ്യോതിബാസ് മാഷി അവരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹത്തിന് നേരത്തെ ഒരു പ്രത്യേകമായി അറിയിക്കപ്പെടുന്ന ആൾ തന്നെയാണല്ലോ, എന്നാലും അദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർ, നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ നിസിരിയ സൈഫുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫ നാസർ, ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീദ്, നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം അജയ് ഘോഷ്, ആലപ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നമ്മുടെ ഉണ്ണിയേട്ടൻ, അതുപോലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ആദ്യം പറഞ്ഞാൽ മറന്നുപോയി, ഏരിയ സെക്രട്ടറി വിജയേട്ടൻ, അതേപോലെ തന്നെ ദിലീപ് കുഞ്ഞോമക്ക, ഏരിയ സെക്രട്ടറി തുടങ്ങിയ എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അതിലുപരി നമ്മുടെ ഈ പരിപാടി ശ്രമിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വളരെ നല്ല ഒരു വേദി ഒരുക്കിയ എല്ലാ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി അധ്യക്ഷ ജനതയോടെ പിരിച്ചുവിട്ടതായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം കുട്ടികൾക്കുള്ള മെമന്റോ ഉടനെ കൊടുക്കുന്നതാണ്. ആ കുട്ടികളെല്ലാവരും തന്നെ ഒന്ന് വേഗം കൊടുത്തു വന്നാൽ വളരെ ഉണ്ടാവും. നമ്മുടെ കുട്ടികൾ മെമന്റോ കൊടുക്കാനുള്ള കുട്ടികളൊക്കെ ഒന്ന് നേരെ വർദ്ധിക്ക് വരിക. ബഹുമാനപ്പെട്ട ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ +2 പാസ്സായിട്ടുള്ള സിനാൻസ് CS-നെയും അത് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ആദരിക്കുന്നതിന് ആദരവ് നൽകുന്നതിനായി ക്ഷണിക്കുന്നു. സിനാൻസ് CS. അടുത്ത അഹമ്മദ് ഫാദിൽ. അടുത്തതായി ശ്രേയ സുരേഷ്. അടുത്തതായി നിസ്മ നൗഷാദ്. അടുത്തതായി റിൻഷക്ക് മെമന്റോ നൽകുന്നത് പാർട്ടിയുടെ. അടുത്തതായി മുഹമ്മദ് ഷാദിൻ. മുബാറക്. നാസിൻ അൻവർ. അടുത്തതായി സാരംഗ് ജലു. അനുമോദിക്കുന്നത് പ്രിയപ്പെട്ട ലീലേട്ടൻ ആലങ്കോട് ലീലാകൃഷ്ണൻ.
അടുത്തത് ഹിബാനശ്രീ. അടുത്തത് ഫാദിൽ നൗഷാദ്.